മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന് SDPI. ഈ ആവശ്യം ഉന്നയിച്ച് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 14 ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനസംഖ്യയിൽ ഒന്നാമതും വികസനത്തിൽ പിന്നാക്കവുമായ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുകയാണ്. ഈ ആവശ്യവുമായി SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടത്തിവരികയാണ്. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14 പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. ഭരണകാര്യങ്ങളിലുള്ള അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള അതുപോലെ ആരോഗ്യ രംഗത്തുള്ള ഈ ഒരു പിന്നോക്കാവസ്ഥക്ക് ഒരു പരിധി വരെ സഹായകമാവുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് SDPI മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെടുന്നത് തിരൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ല കൂടി രൂപീകരിക്കണം എന്നാണ്. SDPIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സമര പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 14-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഡിമാൻഡ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ 4-ൽ 1 പല ജില്ലകൾക്കും ലഭിക്കുന്ന പരിഗണന പോലും മലപ്പുറത്തിന് ലഭിക്കുന്നില്ല. ജനസംഖ്യാനുപാതികമായ വികസനം മലപ്പുറത്ത് നടക്കാത്തത് റവന്യൂ, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലെ ഗുരുതര അവഗണന മൂലമാണ്. അതിന് പ്രധാന കാരണം അത്യധികം ജനസംഖ്യയുള്ള ജില്ലയായി മാറിയിട്ടും ആവശ്യമായ ഭരണപരമായ ഇടപെടലുകൾ നടക്കാത്തതാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അടിസ്ഥാന വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ താലൂക്കുകളും വില്ലേജുകളും ആനുപാതികമായി ഇല്ലാത്തത് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ തടസ്സമാണെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. എല്ലാ മേഖലകളിലും ജില്ല നേരിടുന്നത് കടുത്ത അവഗണനയും വിവേചനവുമാണ്. ജില്ലയുടെ ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴും മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കാനോ അതിനായി ശക്തമായ സമരം നടത്താനോ ഇരുപക്ഷങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ജില്ലാ രൂപീകരണം മുതൽ തന്നെ ജില്ല നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾ അതിന്റെ ഒരു തുടർക്കഥ എന്നോണം ഈ ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ വലതുമുന്നണിക്കോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം ശരിക്കും കൈകാര്യം ചെയ്തിരുന്ന 2 കക്ഷികൾ എന്നുള്ള നിലക്ക് അവർക്കൊന്നും യാതൊരു വിധ താല്പര്യവും ഇങ്ങനത്തെ ഒരു ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഭരണതലത്തിലെ ഒരു ചർച്ചയും പോസിറ്റീവായിട്ട് ഈ ഒരു അർത്ഥത്തിൽ വന്നിട്ടില്ല. അത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റി ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. മലപ്പുറം മോഡൽ വികസനം എന്ന പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന വികസനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും SDPI നേതാക്കൾ പറഞ്ഞു. 14 വൈകിട്ട് 4:30 അൽസലാം ആശുപത്രി പരിസരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഡിമാൻഡ് മാർച്ച് കോടതിപ്പടിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി മുർഷിദ് ഷമീം എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ SDPI പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പുലാമന്തോൾ, സെക്രട്ടറി അലി മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസുദ്ദീൻ പുത്തൂർ എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ 150 കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി 14 രാവിലെ 9:30 ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം.